ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റ് JEE കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുക. +1 +2 ബോർഡ് എക്സാമിന് വെറുതെ കുറച്ച് മാർക്കല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് എനിക്ക് നല്ലൊരു മാർക്ക് വാങ്ങണം. ഇതൊക്കെ നിങ്ങളുടെ എയിമാണോ? നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് നീറ്റ് JEE മാത്രമല്ല, ND എക്സാംസ് ഉണ്ട്. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, കീം നമ്മുടെ കേരള എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ നമ്മൾ ഫർദർ +2 ശേഷം നിങ്ങളൊരു കോഴ്സിന് പോവുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് കോഴ്സസിനും ഇപ്പം എൻട്രൻസ് എക്സാമുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എൻട്രൻസ് എക്സാം എഴുതുകയും എന്നാൽ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ +1 +2 പഠനവും കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ +2 ശേഷം എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ റൈറ്റ് നൗ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ എല്ലാവരുടെയും സിലബസ് എന്ന് പറഞ്ഞാൽ അത് NCERT തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ NCERT സിലബസ് ആണ്. ഈ NCERT സിലബസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിനും അതോടൊപ്പം തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഞാൻ ഈ പുതിയൊരു സീരീസ് നമ്മുടെ ഈ ചാനലിലൂടെ ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം നിങ്ങളുടെ +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മുഴുവൻ ചാപ്റ്ററുകളുടെയും മുഴുവൻ കോണ്ടന്റുകളും കോൺസെപ്റ്റുകളും നമ്മുടെ ഈ ചാനലിലൂടെ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ സമയം കളയാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളും അത്രയും സീരിയസ് ആയിരിക്കണം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചു തരാം. പക്ഷെ കൂടെ നിൽക്കണം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. വൺസ് അഗെയിൻ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യാം. പഠിക്കാൻ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നേന്നങ്ങ് തുടങ്ങാം. പഠിക്കാൻ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക. നേരം പോക്കിന് യൂട്യൂബ് ചാനലിന്റെ മുമ്പിൽ വെറുതെ ഇരിക്കരുത്. നമുക്കൊരു എയിമുണ്ട്, നമുക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ ഒപ്പം കഷ്ടപ്പെടാനും കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അവിടെ എത്തും എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഞാൻ സമർപ്പിക്കുന്നു. സോ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ +1ലെ ഫസ്റ്റ് ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിന് തൊട്ട് മുമ്പ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഉണ്ട്. ഇവിടുത്തെ ഒരു 2-3 ചാപ്റ്ററുകൾ കവറപ്പ് ആയതിനു ശേഷം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? സിംപ്ലി ഇത്രയും പറയാം, നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാം, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്സർവർ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ഒബ്സർവർ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് സിംപ്ലി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഡെഫിനിഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ട് നമുക്ക് അതിനെ പറ്റിയൊക്കെ പറയാം. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇതൊരു റോഡാണെന്ന് കൺസിഡർ ചെയ്യുക. ഒരു റോഡാണ്. ഈ റോഡിന്റെ സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു ഒബ്സർവർ ആണ്. ഗ്രൗണ്ടിലായിട്ട് നിൽക്കുകയാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ ഓടിപ്പോവാണെന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അയാൾ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പൊ റൈറ്റ് നൗ ഈ മനുഷ്യൻ ഇയാളെ വാച്ച് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പം ഈ മനുഷ്യൻ നിൽക്കുന്ന ആ വ്യക്തി, ഇദ്ദേഹം നിൽക്കുന്ന സിംപ്ലി ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അങ്ങനെ നമുക്ക് പറയാം. വളരെ ബേസിക് ആയിട്ട് പറയുന്നതാണ്. ഇയാൾ നിൽക്കുന്ന ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ക്ലിയർ? അപ്പം ഈ നിൽക്കുന്ന ആൾക്ക് നമുക്കൊരു വിളിപ്പേര് കൊടുക്കാം. എന്താ? ഒബ്സർവർ. അയാളുടെ വിളിപ്പേരാണ് എന്ത്? ഒബ്സർവർ. അപ്പൊ ഈ ഒബ്സർവർ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഈ ഒബ്സർവർ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. അല്ലെങ്കിൽ ആ ഒബ്സർവർ നിൽക്കുന്ന സ്ഥലം തന്നെ ആവണമെന്നില്ല. അയാൾ ഒരു മെഷർമെന്റ് നടത്താൻ വേണ്ടി ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ എടുക്കും. സപ്പോസ് ഈ മനുഷ്യൻ ഇനിഷ്യലി നിൽക്കുന്ന സ്ഥലത്തിനെ ഞാൻ x1 എന്ന് വിളിക്കുന്നു. ഇയാൾ റൺ ചെയ്ത് സപ്പോസ് ഇവിടെ വരെ എത്തി എന്ന് വിചാരിക്കും. അപ്പൊ അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ x2 - x1 ആണ്. അപ്പൊ എന്താ? ഈ ഒബ്സർവർ നിൽക്കുന്ന സ്ഥലത്തിനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം പോലെ XYZ ആക്സിസ് ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം പോലെ നമ്മൾ അങ്ങോട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്തിനെ നമുക്ക് ഒറിജിൻ എന്ന് വിളിക്കാം, അസ്യൂം ചെയ്യാം. ഇയാൾ നിൽക്കുന്ന സ്ഥലമാണ് ഒറിജിൻ. അയാളിൽ നിന്ന് x1 ഡിസ്റ്റൻസിലാണ് ആദ്യം ഇയാൾ നിന്നത്. ഇയാളിൽ നിന്ന് x2 ഡിസ്റ്റൻസ് വരെ അയാൾ ഓടി. അപ്പൊ ഇയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? ഈ ഓടിയാൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? x2 - x1 ആണ്.
അപ്പൊ അങ്ങനത്തെ മെഷർമെന്റുകളും ഓടിയ ഡിസ്റ്റൻസ് എത്ര, അവിടുത്തെ സ്പീഡ്, ആക്സലറേഷൻ, ഇങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്യാൻ വേണ്ടി ഈ ഒബ്സർവർ നിൽക്കുന്ന സ്ഥലത്തിനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ കോർഡിനേറ്റ് സിസ്റ്റം അതിനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം ഓഫ് ഓർ എ പോയിന്റ് വ്യൂ ഫ്രം which you observe and measure position, velocity, acceleration object. നമ്മൾ ഒരു ഒബ്സർവർ നിന്ന് കുറെ ക്വാണ്ടിറ്റികൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്യുന്നു. ആ മെഷർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കി തരാം, ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു ട്രെയിൻ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതൊരു ട്രെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു മൂവിങ് വെഹിക്കിൾ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതൊരു മൂവിങ് വെഹിക്കിൾ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഒരു ട്രക്കോ ഒരു കാർട്ടാണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, എല്ലാവരും ഇവിടെ ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതൊരു മൂവിങ് കാർട്ടാണ്. ഇതൊരു പർട്ടിക്കുലർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്, ഒരു വി സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനകത്തൊരു ഒബ്സർവർ നിപ്പുണ്ട്, ഇതിനകത്തൊരു മനുഷ്യൻ നിപ്പുണ്ട്, ഇതിനകത്ത് വേറൊരു പെൺകുട്ടി നിപ്പുണ്ട്, ഇവിടെ പുറത്ത് ഒരു ഒബ്സർവർ നിൽക്കേണ്ടെന്ന് വിചാരിക്കുക. വാവ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ ഇവരെ ഓരോരുത്തരെ നെയിം ചെയ്യാൻ പോവാണ്. ഇവന്റെ പേര് ഞാൻ എ എന്ന് വിളിച്ചു, ഞാൻ ഇവനെ എ എന്ന് വിളിക്കാൻ പോവാണ്. ഞാൻ ഇവനെ ബി എന്ന് വിളിച്ചു, ഞാൻ ഈ കുട്ടീനെ സി എന്ന് വിളിച്ചു. ഇപ്പൊ റൈറ്റ് നൗ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇദ്ദേഹം എ എന്ന് പറയുന്ന മനുഷ്യൻ നിൽക്കുന്ന സ്ഥലം ഗ്രൗണ്ട് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഗ്രൗണ്ട് ആണ്. എന്നാൽ ഇവര് രണ്ടുപേരും നിൽക്കുന്നത് ഈ കാർട്ടിനകത്താണ്. അപ്പൊ ഇവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈ കാർട്ടാണ് ആക്ച്വലി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ആൾ എ എന്ന് പറയുന്ന മനുഷ്യൻ ബിനെ നോക്കുമ്പോഴും എ എന്ന് പറഞ്ഞ മനുഷ്യൻ സിനെ നോക്കുമ്പോഴും ഇവർ രണ്ടുപേരും വി സ്പീഡിൽ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം എ എന്ന് പറഞ്ഞ മനുഷ്യൻ നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും ആ വെഹിക്കിളിന്റെ സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറഞ്ഞ ആൾ സീനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക. വായി നോക്കുന്നൊക്കെ പറയുന്നത് അൺപാർലമെന്ററി വേർഡാണ്, എനിക്കറിയില്ല. എന്തായാലും ബി സീനെ നോക്കി. അപ്പൊ ബി സീനെ നോക്കുമ്പോൾ എന്താ, അവര് റെസ്റ്റിലാണ്. ബി സീനെ നോക്കുമ്പോ അവര് റെസ്റ്റിലാണ്. ശരിയല്ലേ? സത്യമല്ലേ? കാര്യം അവർ രണ്ടുപേരും ഒരു വണ്ടിക്കകത്ത് തന്നെയല്ലേ? അപ്പൊ ഇയാൾ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് ആണ് അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇദ്ദേഹം നിൽക്കുന്ന ഈ വെഹിക്കിൾ ആണ് അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ കാണുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ മാറും. മേ ബി ഒരാൾ റെസ്റ്റിലാവും, ഒരാൾ മോഷനിലൊക്കെ ആവാം. അങ്ങനെ അതിന്റെ സാധ്യതകൾ മാറും. സിംപ്ലി ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. എന്താ, ഗേൾ സി, ഗേൾ സി ഇൻ മോഷൻ. ആര് കാരണം? വിത്ത് ആര് നോക്കുമ്പോൾ? വിത്ത് റെസ്പെക്ട് ടു എ അല്ലേ? എ നോക്കുമ്പോൾ സി മോഷനിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ എനിക്ക് പറയാൻ പറ്റും, എന്താ, ഗേൾ സി അറ്റ് റെസ്റ്റ് ആര് നോക്കുമ്പം? വിത്ത് റെസ്പെക്ട് ടു ബി. ശരിയാ, ബി നോക്കുമ്പോ റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഒബ്സർവ് ചെയ്തത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, ഈ ആളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഗ്രൗണ്ട് ആണ്, ഈ ആൾ നിന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ഗ്രൗണ്ട് ആണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒബ്സർവർ നിന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആ മൂവിങ് കാർട്ടാണ്, ആ മൂവിങ് വെഹിക്കിൾ ആണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഫ്രെയിം ഓഫ് റെഫറൻസ് മാറിയത് കൊണ്ടാണ് രണ്ടുപേർക്കും രണ്ടായിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ ഇവര് നിന്ന് ആ സ്ഥലത്തിനെയാണ് സിംപ്ലി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ അതേ ഇവിടെ പറഞ്ഞത് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് പഠിക്കും. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രെയിം ഓഫ് റെഫറൻസിനെ രണ്ടായിട്ട് ബേസിക്കലി ഡിവൈഡ് ചെയ്യാം. ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും. അപ്പൊ അത് ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ബേസിക് ആയിട്ട് ഇവിടെ ഞാൻ ഒരു ഐഡിയ കൂടി തന്നുവിടാം. ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമിന്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഒരു ഫ്രെയിം
ഇനർഷ്യൽ ആണ് എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമിന്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി ഒരു ഫ്രെയിം നോൺ ഇനർഷ്യൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, ലിഫ്റ്റ് അറ്റ് റെസ്റ്റ്, ഒരു ലിഫ്റ്റ് റെസ്റ്റിൽ നിൽക്കുന്നു. കാർ മൂവ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. അപ്പൊ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഒക്കെ 0 ആണ്. അപ്പം അത് മേ ബി +1 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇത് മനസ്സിലാവില്ല. കാര്യം അത് സ്പീഡ് എന്താ, ആക്സിലറേഷൻ എന്താ, വെലോസിറ്റി എന്നൊക്കെ നമ്മൾ പഠിക്കണ്ടേ. ഈ സാധനം നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. അത് ഇനർഷ്യൽ ഫ്രെയിം ആണ്, ആക്സിലറേഷൻ 0 ആയിരിക്കും. നോൺ ഇനർഷ്യൽ ആണെങ്കിൽ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0. ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഒരു ആക്സിലറേറ്റിംഗ് ട്രെയിൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോ ജസ്റ്റ് എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പോയിന്റ് ഒബ്ജക്ട്. എന്താണ് പോയിന്റ് ഒബ്ജക്ട്? സംഭവം ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ ഒക്കെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പോയിന്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് ഭയങ്കര വലുതും ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത് അല്ലെങ്കിൽ സൈസ് വളരെ ചെറുതുമാണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു സ്ട്രിങ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഞാൻ ഇവിടെ ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ ഈ പോയിന്റിനെ പി എന്ന് വിളിക്കുന്നു, ഈ പോയിന്റിനെ പി എന്ന് വിളിച്ചു. ഞാൻ ഈ പോയിന്റിനെ ക്യൂ എന്ന് വിളിക്കുന്നു, ക്യൂ എന്ന് വിളിക്കുന്നു. പിയിൽ നിന്ന് ക്യൂവിലോട്ട് ഒരു ആൻഡ് നടന്ന്, ആൻഡ് ഉറുമ്പ്, ആൻഡ് അല്ല ആൻഡ്, ഇത് അമ്മച്ചിയാണ്, ഇത് ആൻഡാണ്, ആൻഡാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ ആൻഡ് ഇത്രേ ഉള്ളൂ, ഫിസിക്സിലെ ആൻഡ് ഇതാണ്. അപ്പൊ ഈ ആൻഡ് പിയിൽ നിന്ന് ക്യൂ വരെ നടന്നു പോവാണ്. അപ്പൊ ആൻഡിന്റെ സൈസ് വളരെ ചെറുതാണ്. അത് വെച്ച് നോക്കുമ്പോ ഈ സ്ട്രിങ് ഭയങ്കര വലുതാണ്. സോ ദിസ് ആൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ പോയിന്റ് ഒബ്ജക്ട്. അപ്പൊ അടുത്ത ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണോ? ട്രെയിൻ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞത് പ്രകാരം നമ്മൾ ചിന്തിക്കും ട്രെയിൻ ഭയങ്കര വലുതല്ലേ, ഈ ഡിസ്റ്റൻസ് ചെറുതല്ലേ, അപ്പൊ ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ശരിയാണ്. പക്ഷേ ജസ്റ്റ് ഇമാജിൻ, എന്റെ സ്ഥലം ആലപ്പുഴയിലെ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് സിംപ്ലി ആലപ്പുഴ എന്ന് എടുക്കാം. അപ്പം ആലപ്പുഴയിൽ നിന്നും ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആലപ്പുഴയിൽ നിന്നും മുംബൈ വരെ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുവാണെന്ന് വിചാരിക്കുക, ആലപ്പുഴ ടു മുംബൈ. അപ്പൊ ആലപ്പുഴ ടു മുംബൈ എന്ന് പറയുമ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര കിലോമീറ്റർ കാണും? ഒരു ആലപ്പുഴ ടു മുംബൈ ഒരു 500, അതായത് 700, 1000, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമുക്കൊരു അപ്രോക്സിമേറ്റ് എടുക്കാം. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം ഒരു 1000 കിലോമീറ്റർ എന്ന് എടുക്കാം. ഒരു അപ്രോക്സിമേറ്റ് ആണ്, ഒരു 1000 കിലോമീറ്റർ. പക്ഷെ ഒരു ഇത് ഈ ഡിസ്റ്റൻസ് ആലപ്പുഴയും മുംബൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ് എടുത്താണ്. സപ്പോസ് ഒരു ട്രെയിനിന്റെ ലെങ്ത് എത്രയാണ്? ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ 1 കിലോമീറ്റർ 1000 കിലോമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് 1 കിലോമീറ്റർ ഈസ് വെരി 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 സ്മോൾ. This 1 kilometer is very small compared to 1000. So in this case, we can assume that this train is a point object. അത്രേ ഉള്ളൂ. അപ്പൊ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവന്റെ സൈസ് വളരെ നെഗ്ലിജിബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. റെസ്റ്റ്. നിങ്ങളിപ്പോ എന്റെ വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. നിങ്ങളിപ്പോ വീഡിയോ ക്ലാസ് കണ്ട് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഈ വീഡിയോ ക്ലാസ് കണ്ട് തീരുന്നിടം വരെ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റോടെ ആത്മാർത്ഥമായിട്ട് പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ റൈറ്റ് നൗ നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്. റൈറ്റ് നൗ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ മാറുന്നില്ല. ഞാൻ ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ മാറുന്നില്ല. പക്ഷെ റൈറ്റ് നൗ നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കിലെ സമയം മാറുന്നുണ്ട്, ടൈം മാറുന്നുണ്ട്, പൊസിഷൻ മാറുന്നില്ല. അതിനെയാണ് സിംപ്ലി റെസ്റ്റ് എന്ന് പറയുന്നത്. If an object is said to be at rest, position of an object does not change with respect to time. വളരെ സിമ്പിൾ. മക്കളെ, ഈ വരുന്ന ഒരു വർഷക്കാലം ഇത് 2025 ആണ്. 2026 നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുന്നിടം വരെ, നിങ്ങളുടെ നീറ്റ്, ജെഇ, കീം കോമ്പറ്റീറ്റീവ് എക്സാം കഴിയുന്നിടം വരെ
കണ്ടിന്യൂസ്ലി ഈ ചാനലിൽ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. മോട്ടിവേഷൻ കൊണ്ടോ തള്ളുകൊണ്ടോ ഒരു കാര്യമില്ല. ആരും വേറെ ആരെങ്കിലും തള്ളിയെന്നോ പിടിച്ചൊന്നോ അല്ല, നമ്മൾ സ്വയം പഠിക്കാനിരിക്കണം എന്നിട്ടേ കാര്യമുള്ളൂ. അപ്പൊ വായോ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റെസ്റ്റ് എന്താണെന്നാണ്. സിമ്പിൾ ലോജിക്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഇപ്പൊ ഒരു ബോയ് ഇവിടെ നിൽക്കുവാണെന്ന് വിചാരിക്കുക. ഒരു ബോയ് തങ്കു, അവൻ അവിടെ നിൽക്കുകയാണ്. അവന്റെ ഗേൾ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്റെ സ്ഥിര ആളാണ് ഗേൾ ഫ്രണ്ട് ഒക്കെ, കേട്ടോ. യെസ്, അവൻ വാലന്റൈൻസ് ഡേ ആണ്, അവളെ കാണാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ റൈറ്റ് നൗ അവൻ അവിടെ നിൽക്കുവാണ്. ഗേൾ ഫ്രണ്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവൻ. അപ്പൊ ഇനി അവള് വരണം. അപ്പൊ വരുന്നിടം വരെ അവൻ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ എന്തായാലും സമയം പോകും. പക്ഷെ അവൻ നിൽക്കുന്ന പൊസിഷൻ, അവൻ നിൽക്കുന്ന ലൊക്കേഷൻ മാറുന്നില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. അവന്റെ പൊസിഷൻ മാറിയിട്ടില്ല. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ആര് മാറുന്നുണ്ട്? ടൈം മാറുന്നുണ്ട്. അപ്പൊ സമയം മാറുന്നു, പൊസിഷൻ മാറുന്നില്ല. ബോഡി അറ്റ് റെസ്റ്റ്. അതാണ് ബോഡി അറ്റ് റെസ്റ്റ്. എക്സാമ്പിൾ ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മോഷൻ, മോഷൻ ക്ലിയർ. ബയോ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ ചെക്കനെയും എടുക്കാം. അവൻ അവിടെ നിപ്പുണ്ട്. യെസ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, പെട്ടെന്നാണ് അവൾ നടന്നു വരുന്നത് കണ്ടു. ഹായ്, അവള് വരുന്നു. ചെക്കൻ ഓടി, അവളുടെ അടുത്തോട്ട് ഓടി. അവൻ നിന്ന പൊസിഷൻ x1 ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഓടിതേ അവളുടെ അടുത്ത് എത്തും x2. അവള് നിൽക്കുന്ന പൊസിഷൻ x2. ദൂരെ കണ്ടു, അപ്പൊ തന്നെ ആർത്തിമുട്ടി ഓടി. എന്ന് വെച്ചാൽ സമയം മാറുന്നതിനനുസരിച്ച് അവൻ നിന്ന പൊസിഷൻ മാറുന്നുണ്ട്. സമയം മാറുന്നതിനനുസരിച്ച് അവന്റെ പൊസിഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. which means that body in motion. അപ്പൊ what is motion? Motion means position of an object changes with respect to time. Position of an object changes with respect to time or surroundings. Clear? വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അപ്പൊ ഒരു ബോഡി പോയിന്റ് ഒബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി. ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ബോഡി മോഷനിലാണെന്നും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ബേസിക് ആയിട്ടുള്ള കാര്യം. എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ഇവിടെ ഇപ്പൊ താഴെ ഇങ്ങനെ നമ്മുടെ നമ്പർ ഒക്കെ എഴുതി കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അറിയണം, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇൻ ഡെപ്ത് എനിക്ക് അതിനെപ്പറ്റി തന്നെ ആത്മാർത്ഥമായി പഠിക്കണം, ആധികാരികമായിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ക്ലാസ്സിലും ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ് പറയുന്നുണ്ട്. പക്ഷേ നേരിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ അറ്റൻഷൻ. ഇതിപ്പോ ഞാൻ യൂട്യൂബിൽ ഇടുന്നു, നിങ്ങൾ അവിടെ കമന്റ് ചെയ്യുന്നു, അതിനൊരു റിപ്ലൈ തരുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരാ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്താൽ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ സെന്റർ കൊച്ചിയിലാണ്, കൊച്ചിയിൽ മാത്രമേ ഓഫ്ലൈൻ സെന്റർ ഉള്ളൂ. ഓൺലൈനായിട്ട് എവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ, പേഴ്സണൽ കോൺടാക്ട്, വാട്സാപ്പ് വഴിയും ഓൺലൈൻ വഴിയൊക്കെ ഇതിന്റെ PDF നോട്ടുകളും ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ. സ്റ്റിൽ നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. ബന്ധുക്കളാണെന്നല്ല, റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറഞ്ഞാല് ഡിപ്പെൻസ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതാണ് ഞാൻ കുറച്ചു മുമ്പേ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നത്. ABC 3 പേരെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വെഹിക്കിൾ ഞാൻ വീണ്ടും ഇവിടോട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതൊരു വെഹിക്കിൾ ആണ്. അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ നിപ്പുണ്ട്, ഇവിടെ ഒരു മനുഷ്യൻ നിപ്പുണ്ട്. ഒരു ചെക്കൻ, നമ്മുടെ ബോയ് ഫ്രണ്ട്, അവൻ നിക്കട്ടെ അവിടെ. അവളും കൂടെ നിപ്പുണ്ട്. അവർ സെറ്റായി കാണും, എന്തെങ്കിലും ആട്ടെ. രണ്ടുപേരും അവിടെ നിപ്പുണ്ട്. ഇവിടെ അവളുടെ എക്സ് നിപ്പുണ്ടെന്ന് വിചാരിച്ചു. ഹായ്, നല്ല സാറിന് വേറെ ഒന്നും പറയാനുമില്ല. ഇത് എക്സ് ആണ്. ഇവൻ വൈ ആണ്, പുതിയ ആള് വൈ. ഇത് സെറ്റ്, അവളുടെ പേര് സെറ്റ് എന്ന് എടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വെഹിക്കിൾ ഇങ്ങോട്ടൊരു മോഷനിലാണ്, ഈ വണ്ടി ഇങ്ങോട്ട് ഓടി. ദിസ് ഈസ് ഇൻ മോഷൻ. This cart in motion. If this cart in motion, this girl, this boy, both are moved together. അല്ലെ, ഇവർ രണ്ടുപേരും അങ്ങോട്ടങ്ങ് പോകും. അപ്പൊ ഇവൻ നോക്കുമ്പം എക്സ് നോക്കുമ്പോ വൈയും സെറ്റും മോഷനിലാണ്, രണ്ടുപേരും മോഷനിലാണ്.
അപ്പൊ എക്സ് നോക്കിയപ്പോൾ സെഡ് മോഷനിലാണ്, പക്ഷെ വൈ നോക്കിയപ്പോൾ സെഡ് മോഷനിലല്ല, കൂടെയുണ്ട്, റെസ്റ്റിലാണ്. കാര്യം അവർ രണ്ടുപേരും സെയിം ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. കുറച്ചു മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ. ദിസ് ഈസ് വൈ റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. അതായത് ഇവൻ നോക്കുമ്പം ഇവള് മോഷനിലുമാണ്, ഇവൻ നോക്കുമ്പോ അവള് റെസ്റ്റിലുമാണ്. കാരണം ഇത് എക്സ് അല്ലേ, കൂടില്ലല്ലോ, പോയില്ലേ. കണ്ടോ, വാവ്, ഇത്ര നല്ല എക്സാമ്പിൾ അവിടെ കിട്ടും. ഇത് എക്സ് അല്ലേ, ആ നോക്കപ്പോ കൂടണ്ടോ, ഇല്ല, പോയി, മോഷനിലാണ്. പക്ഷെ ഇത് വൈ ആണ്. യെസ്, വൈ ഇവളെ നോക്കുന്നു, അപ്പൊ അവള് റെസ്റ്റിലാണ്, കൂടെ ഉണ്ട്. അപ്പൊ അറ്റ് ദ സെയിം ടൈം ദിസ് ഗേൾ അറ്റ് റെസ്റ്റ്, അറ്റ് ദ സെയിം ടൈം ദിസ് ഗേൾ ഇൻ മോഷൻ. എന്താ, ഒരേ സമയത്ത് റെസ്റ്റിലുമായി മോഷനിലുമായി. ഡിപ്പെൻഡ്സ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. ദാറ്റ് ഈസ് വൈ റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒക്കെ എഴുതിയെടുക്കാം. ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, എൻ്റെ കൂടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് എഴുതിയെടുക്കുക. എൻ്റെ കൂടെ ഇരുന്ന് നോട്ട് എഴുതിയെടുത്ത്, എൻ്റെ കൂടെ ഇരുന്ന് എഴുതിയെടുത്ത്, എൻ്റെ കൂടെ ക്ലാസ്സിൽ ഇരുന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച് അങ്ങ് പോവുക. ഇത് പഠിക്കാൻ ഇനി വേറെ സമയം നമ്മൾ കണ്ടെത്തില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് മോഷൻ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ, അതാണ് നമ്മുടെ ചാപ്റ്റർ തന്നെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ആക്സിസ് മതിയെങ്കിൽ, നമുക്കറിയാം 3 ആക്സിസുകളുണ്ട്, എക്സ് വൈ സെഡ്. ബേസിക്കലി അങ്ങനെ പറയാം, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഞാൻ എക്സ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ് അല്ലെ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്. അപ്പൊ ഇതെന്റെ എക്സ് ആക്സിസ് ആണ്, ഇതെന്റെ വൈ ആക്സിസ് ആണ്, ഇതെന്റെ സെഡ് ആക്സിസ് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോ ഒരു റോഡാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇത് റോഡാണ്, ഇതൊരു റോഡാണെന്ന് അസ്യൂം ചെയ്യുക കേട്ടോ. ഇതൊരു റോഡാണെന്ന് നിങ്ങൾ ചുമ്മാ ഇമാജിൻ ചെയ്യും. മക്കളെ, റൈറ്റ് നൗ ഈ റോഡ് എവിടെ ആയിരിക്കുന്നത്? എക്സ് ആക്സിസിലായിരിക്കുന്നത്. അതെ, റോഡ് എക്സ് ആക്സിസിലായിരിക്കുന്നത്. അപ്പൊ ഈ റോഡിൽ ഒരാൾ ഇവിടെ നിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ ഇവിടെ നിപ്പുണ്ട്, ഇയാൾ പെട്ടെന്ന് ഓടി, ഇയാളിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഓടിയപ്പോൾ ഇവന്റെ മോഷനെ പറ്റി പറയാൻ എനിക്ക് എക്സ് ആക്സിസ് മാത്രം മതി അല്ലെ, അവന്റെ മോഷനെ പറ്റി പറയാൻ എനിക്ക് എക്സ് ആക്സിസ് മാത്രം മതി. അപ്പൊ ഇവന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഒരു ആക്സിസിന്റെ ഹെൽപ്പ് മതിയെങ്കിൽ that type of motion is known as one dimensional motion. അപ്പൊ സിംപ്ലി ഇങ്ങനെ പറയാം, motion of an object can be described with the help of one axis out of 3 x y z. 3 പേരിൽ എനിക്ക് ഒരാളെ മതി ഒരാളുടെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനാണ് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഇതൊരു ബിൽഡിംഗ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ മോളിൽ ഞാൻ നിപ്പുണ്ട്, ഈ ബിൽഡിങ്ങിന്റെ മോളിൽ നമ്മളൊരാൾ നിപ്പുണ്ട്. എന്നിട്ട് ഇവൻ കയ്യിൽ നിന്ന് ഒരു തേങ്ങ എടുത്ത് താഴോട്ട് ഇട്ടു. ഒരു തേങ്ങ കയ്യിൽ തേങ്ങ ഇരിപ്പുണ്ട്, അതെടുത്ത് താഴോട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഡ്രോപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ തേങ്ങ അത് ഇങ്ങനെ താഴോട്ട് വരും. അപ്പൊ ഈ തേങ്ങ ഇങ്ങനെ താഴോട്ട് വരും, നേരെ ജസ്റ്റ് നിങ്ങളുടെ തേങ്ങയല്ല, ക്രിക്കറ്റ് ബോൾ എന്തെങ്കിലും എടുത്തു. നമ്മൾ പഴയ സാധാരണക്കാര് ആയതുകൊണ്ട് തേങ്ങ എന്നൊക്കെ പറഞ്ഞ തേങ്ങയോ മാങ്ങയോ ചക്കയോ ചേനയോ ക്രിക്കറ്റ് ബോളോ എന്തെങ്കിലും ആട്ടെ, ഒരു ഒബ്ജക്ട് എടുത്ത് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് വരും. അപ്പൊ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് വരുമ്പോൾ ഈ ഡൗൺവേർഡ് വരുന്ന മോഷൻ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് വൈ ആക്സിസ് മാത്രം മതി. അപ്പൊ ഈ ടൈപ്പ് ഓഫ് മോഷനാണ് എന്തെന്ന് വിളിക്കുന്നത്, മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. അപ്പം ഈ മോഷൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ശരിയാണ്, ഇവൻ കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തും, ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും, കുറച്ച് കഴിയുമ്പോൾ ഇവൻ ഗ്രൗണ്ടിൽ വന്ന് വീഴും. അപ്പൊ ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ എനിക്ക് ഈ വൈ ആക്സിസ് മാത്രം മതിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മോഷനാണ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഷൻ ഇൻ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് 2 ആക്സിസ് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു പർട്ടിക്കുലർ ബോഡിയുടെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 ആക്സിസ് വേണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മുടെ ചെക്കൻ നിൽക്കുവാണ്. ഐ എം സോറി. ഇവിടെ നമ്മുടെ ചെക്കൻസ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. യെസ്, എന്താ കാല് വയ്യേ? അയ്യോ, എന്താ അങ്ങനെ? ഇരിക്കട്ടെ. ഇത് നമ്മുടെ ലയണൽ മെസ്സിയാന്ന് വിചാരിച്ചു. ഇത് ഫുട്ബോളാണ്, ലയണൽ മെസ്സിയാന്ന് വിചാരിച്ചു. ഞാനൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ലയണൽ മെസ്സി അല്ല സച്ചിൻ ടെണ്ടുൽക്കർ, ആരെങ്കിലും ആവട്ടെ. ഇപ്പൊ ലയണൽ മെസ്സി കാലയിലാണ് നല്ല ബോൾ ഇരിക്കുന്നത്. അപ്പൊ ലയണൽ മെസ്സിയാണ്. ഈ ലയണൽ മെസ്സി ഒരു ബോൾ എടുത്തത് ഇങ്ങനെ അങ്ങ് അടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ ഇതൊരു പ്രൊജക്ടൈൽ പാത്തിൽ കൂടാണ് പോകുന്നത്. അപ്പൊ അടുത്ത ചാപ്റ്റർ ആണ് പ്രൊജക്ടൈൽ മോഷൻ. അടുത്ത ചാപ്റ്റർ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ നോക്കിക്കേ. ഈ കാണുന്നത് എക്സ് ആക്സിസ് ആണ്, അതെ. അതേപോലെ ഈ കാണുന്നത് വൈ ആക്സിസ് ആണ്, അതെ.
അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബോൾ പോയ പാത്ത് കുറച്ച് കഴിയുമ്പോൾ ഈ ബോൾ ഇവിടെ എത്തും. അപ്പൊ എനിക്ക് പറയാം ഇത് x1 ആണെന്ന് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. അതുപോലെ എനിക്ക് ഈ പോർഷനെ വേണം y1 എന്ന് വിളിക്കാം. അപ്പൊ എനിക്ക് ഇതിന്റെ മോഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ട് ആക്സിസിന്റെ ഹെൽപ്പ് വേണം. എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്, ക്യാൻ ബി ഡിഫൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലെ വിത്ത് റെസ്പെക്ട് ടു ടു ആക്സസ്. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് നോൺ ആസ് ടു ഡയമെൻഷണൽ മോഷൻ. അപ്പൊ എനിക്ക് രണ്ട് ഡയമെൻഷൻ, രണ്ട് ആക്സിസ്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ പഠിക്കുകയൊന്നും വേണ്ട, കോമൺ സെൻസ് വെച്ച് ഓർത്തിരുന്നാൽ മതി. വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് റെസ്പെക്ട് ടു വൺ ആക്സിസിൽ എനിക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടു ഡയമെൻഷണൽ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ആക്സിസിന്റെ ഹെൽപ്പോടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ത്രീ ഡയമെൻഷണൽ മോഷൻ മൂന്ന് ആക്സിസിന്റെ ഹെൽപ്പ് വേണ്ടി വരും. മൂന്ന് ആക്സിസിന്റെ ഹെൽപ്പ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത്രേ ഉള്ളൂ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ മോഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സെഷൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു വീഡിയോ മാക്സിമം അരമണിക്കൂറിന് മുകളിലോട്ട് വേണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ അത്രയും നേരത്തെ അതിൽ കൂടുതൽ നേരം ഇരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിൽ കൂടുതൽ നേരം ഇരിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ അരമണിക്കൂർ എന്നുള്ളത് 3/4 മണിക്കൂറാക്കാം, 1 മണിക്കൂറാക്കാം, എങ്ങനെ വേണേലും എടുക്കാം. എല്ലാം നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടും. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് കാണുന്നു അതിന്റെ തൊട്ടടുത്ത ഡേ അല്ല നെക്സ്റ്റ് ഡേ അടുത്ത വീഡിയോ വീണിട്ടുണ്ടാവും. നമുക്കിനി കണ്ടുമുട്ടാം. എല്ലാവരും പഠിക്കുക, ഒരുമിച്ച് പഠിക്കണം, ഒരുമിച്ച് കോൺസെപ്റ്റ് നമുക്ക് പഠിച്ച് സെറ്റാക്കി നമുക്ക് എല്ലാവരുടെയും ലൈഫ് സെറ്റാക്കാം. താങ്ക് യു സോ മച്ച്.